ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മഹാദൈവത്തിൻ്റെ കരുണയും കൃപയും ആവോളം അനുഭവിപ്പാൻ ഒരായുസ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ജീവിതത്തെക്കുറിച്ച് ഞാൻ ഈ ആമുഖത്തിൽ തന്നെ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ, കഷ്ടം സഹിപ്പാനും ദുഷ്ടത സഹിപ്പാനും വേദന സഹിപ്പാനും നിന്ന പേറാനും ഒറ്റപ്പെടാനും വേണ്ടിയിട്ടല്ല ദൈവം ഒരു ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹമറിയാൻ, ദൈവത്തിൻ്റെ കരുണയറിയാൻ, ദൈവത്തിൻ്റെ കരുതലറിയാൻ, ദൈവത്തിൻ്റെ കൃപയെ ആസ്വദിച്ചറിയാൻ ഒക്കെയാണ് നമുക്ക് ജീവിതം തന്നിരിക്കുന്നത്. കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ മനോഹാരിത കാണാനും ദൈവത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവിപ്പാനുമാണ് ഈ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഈ ദിവസം ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ തിരുമുഖത്തേക്ക് നോക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം അർപ്പിച്ചുകൊണ്ടും ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം ഹോശയ്യാ പ്രവചനത്തിൽ നിന്നാണ്. ഹോശയ്യാ പ്രവചനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഹോശയ്യാ 2:20. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, മറുപടി കിട്ടാത്ത ഒരുപാട് ഉപവാസങ്ങൾ, ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ. ഈ പരാതി, ഈ പരിഭവം, ഈ ചിന്ത നമ്മിൽ പലരെയും പലപ്പോഴും അലട്ടിയിട്ടുണ്ടാകും. ഈ വർഷം തീരാറാകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കൊല്ലമായി അല്ല, ഈ കഴിഞ്ഞ കാലങ്ങളായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പല കാര്യത്തിലും ഇതുവരെയും ഇന്ന് ഡിസംബർ 13-ാം തീയതി ആയിട്ടും ഉത്തരം നൽകാത്ത പല വിഷയങ്ങൾ കണ്ടേക്കാം. ഉത്തരം കിട്ടാത്ത വലിയ ഭാരങ്ങൾ. ദൈവം എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കാത്തിരുന്നിട്ടും ഈ കൊല്ലവും എൻ്റെ പാസ്റ്ററെ ദൈവം ഒന്നും ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾക്ക് സങ്കടവും പരിഭവവും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ അതിനൊരു മറുപടി പറയാൻ ദൈവം ഒരുങ്ങി അതെൻ്റെ മനസ്സിൽ തെളിയിച്ചു. അത് നിങ്ങളുമായി പങ്കുവെപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ദൈവം ഹോശയ്യാ പ്രവചനത്തിൽ ഈ വാക്യത്തിനകത്ത് പറഞ്ഞതിങ്ങനെയാണ്: ഞാൻ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, അതും വിശ്വസ്തയോടെ വിവാഹത്തിന് നിശ്ചയിക്കും. നീ എന്നെ ഒത്തിരി അറിയുകയും ചെയ്യും. ആ വാക്ക് നിങ്ങൾ കേട്ടെ. ദൈവം ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്, മുൻകൈ എടുക്കുകയാണ്. എന്തിനാ? നിന്നോട് സംസാരിക്കുമെന്നല്ല, നിൻ്റെ വീട്ടിൽ വന്ന് ഒന്ന് നിൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുമെന്നല്ല, നിന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നവരോട് ഞാനൊന്ന് വിളിച്ചു പറയുമെന്നല്ല. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നേതാക്കന്മാർ, രാഷ്ട്രീയ തലവന്മാരൊക്കെ പറയുന്നത്. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് വിളിപ്പിച്ചേക്കാം. പക്ഷെ ദൈവം പറയാൻ വന്നത് എന്താണെന്നറിയാം? നിൻ്റെ എതിരാളി, നിൻ്റെ ശത്രു, നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവരോട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനൊന്ന് സംസാരിക്കാമെന്നല്ല. ദൈവം പറയുന്നു, ഞാൻ നിന്നെ വിശ്വസ്തയോടെ വിവാഹത്തിന് നിശ്ചയിക്കുക, എനിക്ക് നിന്നെ വിവാഹത്തിന് നിശ്ചയിക്കുക. ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ഓർത്ത് നോക്കിയേ, എൻ്റെ ഈ വചനം കേൾക്കുന്നതിൽ വിവാഹം കഴിയാത്ത യൗവനക്കാരായ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പഠിക്കാൻ പോയിരിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾ, ജോലിയിൽ കയറിയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. മക്കളെ, ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക. ഒരു യോഗ്യനായ പുരുഷൻ, ഒരു കമ്പനി അധികാരി, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ MD, തലപ്പത്തിരിക്കുന്നയാൾ, അയാൾ നിങ്ങൾ ഓഫീസിൽ വിളിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ വിശ്വസ്തയോടെ വിവാഹത്തിന് നിശ്ചയിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഞെട്ടിപ്പോകത്തില്ലേ? ചുമ്മാ തമാശനല്ല, നിന്നെ ഒന്ന് കാണാനല്ല, ഞാനത് സഭ്യമായി പറഞ്ഞോളൂ. ഈ ദൂത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നിന്നെ എനിക്ക് ഇഷ്ടമാണ്, പിന്നെ ചുമ്മാ അലുകുലത്ത് അതുതൊക്കെ അതൊന്നുമല്ല. വളരെ മാന്യമായി, വളരെ ജെന്റിലായി
ഞാൻ നിന്നെ വിശ്വസ്തയോടെ എന്നൊരു വാക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പറ്റിക്കാനല്ല, കളിപ്പിക്കാനല്ല, തൽക്കാലത്തേക്കല്ല, ഒരു എൻ്റർടൈൻമെൻറ്റിനല്ല. ഞാൻ നിന്നെ എനിക്ക് വിശ്വസ്തയോടെ വിവാഹത്തിന് നിശ്ചയിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നെ ഞാൻ സ്വന്തമാക്കുകയാണ്. അതാണല്ലോ വിവാഹ നിശ്ചയത്തിലൂടെ സംഭവിക്കുന്നത്. ഒരു കമ്പനിയിലേക്ക് നിങ്ങളെ ഒരു സ്റ്റാഫായിട്ടെടുത്താൽ ആ കമ്പനി നിങ്ങളെ സ്വന്തമാക്കുന്നൊന്നുമില്ല. അവരുടെ കാര്യം നടക്കണം, അതിനൊരു പ്രതിഫലം നിങ്ങൾക്ക് തരും. ഒരു കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നാൽ കോളേജിൽ നിങ്ങൾക്ക് സ്ഥിരവാസവും അതിൻ്റെ പാർട്ട്ണർഷിപ്പൊന്നും കിട്ടുകയില്ല. കർക്കശമായ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് 3 കൊല്ലമോ 5 കൊല്ലമോ പഠിച്ചാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, നിങ്ങൾക്ക് ജയിച്ച് പുറത്തു പോകാം, അത്രയേ ഉള്ളൂ, അതിൽ കൊള്ളുന്നുമില്ല. പക്ഷേ ഒരു വീട്ടിലേക്ക് നിന്നെ വിവാഹ നിശ്ചയം ചെയ്താൽ 5 കൊല്ലത്തേക്കല്ല, 1.5 കൊല്ലത്തേക്കല്ല, ഒരു സർട്ടിഫിക്കറ്റ് തരാനല്ല, പിന്നെ എന്തിനാ? നിന്നെ സ്വന്തമാക്കാനാ. ആ വീടിന്, ആ വ്യക്തിക്ക്, ആ കുടുംബത്തിന്, ആ പശ്ചാത്തലത്തിന് നിന്നെ സ്വന്തമാക്കാൻ. അപ്പം ദൈവം പറയുന്നത് എന്താ? നിന്നെ ഞാൻ ജോലിക്കെടുക്കാന്നല്ല, നിന്നെ ഞാൻ എൻ്റെ ആലയത്തിനകത്ത് ആ സ്തോത്രം പറയുന്നവരുടെ കൂടെ, പാട്ടുകാരുടെ കൂടെ ആക്കിയാക്കാന്നല്ല, ഞാൻ നിന്നെ വിവാഹ നിശ്ചയം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്വന്തമാക്കാൻ നിശ്ചയിച്ചു. നിന്നെ എനിക്ക് വേണം എന്നല്ലേ വാക്കിൻ്റെ അർത്ഥം? ബൈബിളിൽ ബഹുഭൂരിപക്ഷ വാക്കുകളും ആലങ്കാരികമാണ്. അതുകൊണ്ട് ആലങ്കാരിക ഭാഷയിൽ കർത്താവ് ദൈവം അത് അവതരിപ്പിച്ചു. നിന്നെ ഞാൻ വിവാഹത്തിന് നിശ്ചയിക്കും എനിക്ക്. അപ്പോൾ നീ എന്നെ ശരിക്കും അറിയും. വാസ്തവത്തിൽ ഇന്നും പലരോട് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുവശമായി പോകും എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ പറയാം. 4.5 കൊല്ലം കോളേജിൽ ഒരുമിച്ചൊരു ക്ലാസ്സിൽ പഠിച്ച ഒരാളെ നമുക്കിഷ്ടപ്പെട്ടു, നമ്മൾ സ്നേഹിച്ചു, വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എല്ലാ ദിവസവും കാണാറുണ്ട്, മിണ്ടാറുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ മെസ്സേജ് അയക്കാറുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ വിവാഹം നിശ്ചയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷമാണ് കക്ഷിയെ ശരിക്കും അറിയാൻ തുടങ്ങിയത്. അറിഞ്ഞപ്പോഴേക്കും നമുക്ക് മതിയായ എത്രയോ പേരിത് കേൾക്കുന്നുണ്ട്. സാരമല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ? ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം അത് തന്നെയാണ് പറഞ്ഞത്. നിന്നെ ഞാൻ സ്വന്തമാക്കും, നിന്നെ ഞാൻ വിവാഹത്തിന് നിശ്ചയിക്കും. അത് കഴിയുമ്പോൾ നീ എന്നെ അറിയാൻ തുടങ്ങും. ഇപ്പോൾ നീ പാട്ട് പാടിയത് കൊണ്ടോ ഈ 10 മിനിറ്റിൻ്റെ മെസ്സേജ് 3 കൊല്ലമായി കേൾക്കുന്നത് കൊണ്ടൊന്നും നീ വേണ്ടുമെന്നോ എന്നെ അറിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അമ്മമാരെ, പിതാക്കന്മാരെ, സത്യമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ കുറേ പാട്ട് കേട്ടതുകൊണ്ടോ, നിങ്ങൾ കുറേ പ്രസംഗം കേട്ടതുകൊണ്ടോ, നിങ്ങൾ കുറേ പ്രവചനം കേട്ടതുകൊണ്ടൊന്നും നിങ്ങൾ ദൈവത്തെ വേണ്ടുമെന്നും അറിഞ്ഞിട്ടില്ല, അറിയുകയുമില്ല. പിന്നെ ദൈവം നിന്നെ സ്വന്തമാക്കുമ്പോൾ, നീ ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോൾ അന്നേ ശരിക്കും നീ ദൈവത്തെ അറിയാൻ തുടങ്ങുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? വേണ്ടുമെണ്ണം അറിഞ്ഞിട്ടുണ്ടോ? ആസ്വദിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൽ രസിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയം കണ്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റണമെങ്കിൽ കൈക്കൂലി കൊടുത്താൽ പോരാ, കാണിക്കയിട്ടാലും പോരാ. പിന്നെ നീ ദൈവത്തിൻ്റെ സ്വന്തമാകണം. നിന്നെ വിവാഹ നിശ്ചയം ചെയ്യണം. നിന്നെ കർത്താവ് സ്വന്തമാക്കണം. അങ്ങനെ നീ ദൈവത്തിൻ്റെ സ്വന്തവും ദൈവം നിന്റെ സ്വന്തവുമാകുമ്പോൾ നീ ദൈവത്തെ അറിയാൻ തുടങ്ങും. അതല്ലാതെ നിങ്ങൾക്ക് 59 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലും പൊന്നു മോനെ, ദൈവത്തെ വേണ്ടുമെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പിടികൊടുക്ക്, വിവാഹ നിശ്ചയത്തിന് മനസമ്മതം കൊടുക്ക്. അന്നു മുതൽ അറിയാൻ തുടങ്ങും. സ്നേഹം, കരുതൽ, അവൻ്റെ ഇഷ്ടം, പരിപാലനം, വാക്കുകളില്ല എനിക്ക്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവർ അവർ ദൈവത്തെ അറിയും, ദൈവം അവരെ അറിയും. സഹോദരങ്ങളെ, ദൈവത്തെ അറിയാന്നുള്ളതല്ല ഇന്നത്തെ ടൈറ്റിൽ. പിന്നെയോ, ആ കാലത്ത് ഞാൻ നിനക്കുത്തരമരുളും. അങ്ങനെയല്ലേ വാക്ക്? അതെ, ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഒത്തിരി കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്.
ഇനി എന്നാ വഴി? ഒരുപാട് ഉപദേശിമാരെ അറിഞ്ഞു, ഒരുപാട് പ്രാർത്ഥനാ സ്ഥലങ്ങൾ അറിഞ്ഞു, ഒരുപാട് ദൂത് പറയുന്ന ആളുകളെ അറിഞ്ഞു, എന്നിട്ടൊന്നും നമുക്കുത്തരം കിട്ടിയില്ല. അതിന് തിരുവെഴുത്ത് സത്യമായി പറയുന്നു, ദൈവത്തെ അറിയുമ്പോൾ. എങ്ങനെ അറിയാം ദൈവത്തെ? വിവാഹ നിശ്ചയം ചെയ്യണം. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അന്ന് ജീവിതത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെന്തിനാണ് ഒറ്റപ്പെട്ടത്? നിങ്ങൾക്കെന്തിനാണ് ഈ ശോധന വന്നത്? നിങ്ങളെന്തിനാണ് പെസഹ കുഞ്ഞാടിനെ മാറ്റിക്കെട്ടിയതുപോലെ ചാർച്ചക്കാരുടെ കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് മാറ്റിക്കെട്ടിയത്? നിങ്ങളെന്തിനാണ് തള്ളപ്പെട്ട കല്ലുപോലെ ഒറ്റപ്പെട്ടു പോയത്? നിങ്ങളെന്തിനാണ് പലരും ശത്രുക്കളെ പോലെ കണ്ടത്? നിങ്ങളെന്തിനാണ് കൂറ്റാരവും കുറ്റപ്പെടുത്തലുമായി വേദനിപ്പിച്ചത്? ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ ദൈവം നിന്നെ സ്വന്തമാക്കണം. നീ ദൈവത്തെ അറിയണം. ഡിസംബർ മാസമല്ലേ? ഒരു സമർപ്പണത്തിൻ്റെ മാസമല്ലേ? പുതിയ വർഷത്തെ സ്വീകരിക്കാൻ പോവല്ലേ? ലളിതമായി പറയുന്ന ചിന്ത ജീവിതത്തിൽ ഒന്ന് ഗൗരവമായിട്ടെടുക്കാമോ? എന്നെ എൻ്റെ കർത്താവ് വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ടോ? എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞോ? ഞാൻ നിങ്ങളെ ആരോ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമല്ല പറയുന്നത്, ദൈവമായിട്ടാണ്. ആ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ നീ എൻഗേജഡായി ദൈവത്തിന്. ദൈവം നിൻ്റെ സ്വന്തമായി. നീ ദൈവത്തെ അറിയാൻ തുടങ്ങും. ഒത്തിരി ദൈവത്തെ അറിയാൻ തുടങ്ങും. അന്ന് ഉത്തരം കിട്ടാത്ത ഒത്തിരി പ്രാർത്ഥനകളുടെ മറുപടി കിട്ടും. പ്രാർത്ഥനകളുടെ മറുപടി കിട്ടാത്തത് കൊണ്ട് മനോദുഃഖത്തോടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജാണിത്. ഈ ഡിസംബർ മാസത്തിൽ ദൈവവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കട്ടെ. അതിന് വിരുന്നുശാല വേണ്ട, അതിന് ആചാരന്മാർ വേണ്ട, നീയും ദൈവവും മാത്രം മതി. വിഭവസമൃദ്ധമായ വിരുന്നും കൊട്ടും കുരവയും പൂമാലയും ക്യാമറയും യൂട്യൂബും ഓൺലൈനും ഒന്നും വേണ്ട. നിന്റെ അടച്ചിട്ട മുറിക്കകത്ത് അരിമനാഥൻ നിന്നെ വിവാഹ നിശ്ചയം ചെയ്യുന്നു. ഇന്ന് അർദ്ധരാത്രിക്കുള്ളിൽ, ഡിസംബർ 13 ആർക്കെങ്കിലും മനസ്സുണ്ടോ? ആർക്കെങ്കിലും ഇന്നത്തെ ദിവസം ഈ ദൂത് നിങ്ങൾക്കിരിക്കും. ഇന്നു മുതൽ നിന്റെ ജീവിതം ഒരു ചോദ്യമായിരിക്കില്ല, ഉത്തരമായിരിക്കും. നീ കണ്ണി കാണുന്ന എല്ലാവരോടും ചോദിക്കാൻ വേണ്ടി കടലാസിൽ എഴുതിക്കൊണ്ട് നടക്കേണ്ട വരില്ല. ദൈവം നിനക്ക് ഉത്തരമരുളാൻ തുടങ്ങും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാർദ്രനും മനസ്സലിവുള്ളവനുമായ മഹാദൈവമേ, ഉത്തരമരുളുന്ന ദൈവമേ, ജീവിതം ഒരു ചോദ്യമായി നടക്കുന്ന, എനിക്കെന്തു പറ്റി, എൻ്റെ മക്കൾക്കെന്തു പറ്റി എന്ന് ചോദിച്ചു നടക്കുന്ന ഒത്തിരി പേർക്കുള്ള മറുപടി ഹോശയ്യ പ്രവാചകൻ പറഞ്ഞു വെച്ചിരുന്ന പ്രവചന സൂക്തത്തിലൂടെ പരിശുദ്ധാത്മാവിന്ന് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അർപ്പണം ചെയ്യുന്നു, സമർപ്പിക്കുന്നു, താഴുന്നു. ദൈവം അനുഗ്രഹിക്കണേ, കൃപയിൽ താങ്ങണേ, ഒത്തിരി നന്മയാൽ നിറയ്ക്കണേ. ആരെങ്കിലുമൊക്കെ ദൈവമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് നിന്ന് ഒരുങ്ങണേ. ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. മക്കളെ അനുഗ്രഹിക്കുന്നു. ഉത്തരം കിട്ടട്ടെ. ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് അതിനുള്ള നടപടികൾ ആരംഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ.